ഇപ്പോൾ നടക്കുന്ന സംഘർഷത്തിന്റെ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ജൂൺ മാസം 17-ാം തീയതി ഒപ്പിട്ട 14-ന് മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിലെ 5-ാമത്തെ പ്രൊവിഷനായിട്ടുള്ള ഈ ഹോർമുസ് കടലിടുക്കിലൂടെ ഇറാന്റെ മാർഗനിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഹോർമുസ് കടലിടുക്കിലൂടെ കപ്പൽ ഗതാഗതം സുഗമമാക്കണം എന്ന ആ കരാറിന്റെ ലംഘനം അമേരിക്കയും UK-യും ഫ്രാൻസും ഒമാനും ചേർന്ന് നടത്തിയതിനോടുള്ള പ്രതികരണം എന്നുള്ള നിലയ്ക്കാണ് യുദ്ധം ആരംഭിച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം അവര് ആ കപ്പലുകൾ പോകരുതെന്ന് പറഞ്ഞു. ഇറാൻ അത്തരം സഞ്ചാരം തെക്കൻ ഭാഗത്തുകൂടി പോകരുത് എന്ന് ഇറാൻ പറഞ്ഞു. അവര് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും അതനുസരിച്ചില്ല. അവർ വാൺ ചെയ്തു, മുന്നറിയിപ്പ് നൽകി. ശ്രദ്ധിക്കാതെ വന്നപ്പോഴാണ് അവർ ആക്രമിച്ചത്. എന്തുകൊണ്ടാണ് അവർ ആക്രമിച്ചത്? അവർ ആക്രമിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം. അമേരിക്ക, ഇസ്രായേൽ പോലെയുള്ള ഏറ്റവും വലിയ സൈനിക ശക്തികളായിട്ടുള്ള രാജ്യങ്ങൾക്കെതിരെ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് സൈനികമായി ദുർബലമായ രാജ്യത്തിന് പിടിച്ചു നിൽക്കാനാവില്ല. അപ്പൊ അവരുടെ ഈ യുദ്ധത്തിലുള്ള ആകെയുള്ളൊരു പിടിവല്ലി ഹോർമുസ് കടലിടുക്ക് മാത്രമാണ്. അപ്പൊ ആ ഹോർമുസ് കടലിടുക്കിന് മുകളിലുള്ള നിയന്ത്രണം ഇറാന് എപ്പോൾ നഷ്ടപ്പെടുന്നു, അപ്പോൾ ഇറാൻ പശ്ചിമേഷ്യയിൽ ഒന്നുമല്ലാതായി മാറുന്ന സാഹചര്യം ഉണ്ടാകും. അത്തരമൊരു സാഹചര്യം ഉണ്ടാകാൻ ഒരു കാരണവശാലും ഇറാൻ തയ്യാറായില്ല എന്നുള്ളത് കൊണ്ടാണ് അവർക്ക് തിരിച്ചടികൾ ഉണ്ടാകും എന്നെന്ന് പൂർണ്ണമായും ഉള്ള ബോധ്യത്തോടു കൂടിയിട്ടാണ് അവർ ഈ ആക്രമണം നടത്തിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും തിരിച്ച് ഇറാന്റെ നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ നടക്കുന്ന ബന്ദർ അബ്ബാസിലും സിറിക്കിലും അങ്ങനെയുള്ള, അതായത് ഈ ഹോർമുസ് ഖാൻ എന്ന് പറയുന്ന ഹോർമുസ് കടലിടുക്കിനോട് ചേർന്ന പ്രവിശ്യ, ഹോർമുസ് ഖാൻ എന്ന പ്രവിശ്യയിലാണ് ഇപ്പോൾ വളരെയധികം ആക്രമണം നടന്നത്. കാരണം ഹോർമുസ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകളെ തടയുന്നതിനുള്ള ആക്രമണങ്ങൾ ഹോർമുസ് ഖാൻ എന്ന് പറയുന്ന പ്രദേശത്തും കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ആ പ്രദേശത്ത് ഭയങ്കരമായ ആക്രമണം നടത്താനായിട്ട് തീരുമാനിച്ചത്. അപ്പൊ അത്തരമൊരു ആക്രമണം നടത്തുന്നതിന് പുറമെ അവരുടെ ബ്രിഡ്ജുകൾ, അവരുടെ എണ്ണ പ്ലാന്റുകൾ, അവരുടെ ശുദ്ധജല പ്ലാന്റുകൾ, ഇത്തരം സിവിലിയൻ ആയിട്ടുള്ള കേന്ദ്രങ്ങളിലും വരെ അമേരിക്ക ഇപ്പോൾ ആക്രമണം നടത്തുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ തിരിച്ചടി എന്നോണം ജോർദാനിലും ബഹ്റൈനിലും ഖത്തറിലും കുവൈറ്റിലും എല്ലാം തിരിച്ചാക്രമണം നടത്തി. ജോർദാനിലെ ആക്രമണത്തിൽ 2 അമേരിക്കൻ പട്ടാളക്കാർ കൊല്ലപ്പെടുകയും ചെയ്തു. അപ്പൊ സ്വാഭാവികമായിട്ടും 2 അമേരിക്കൻ പട്ടാളക്കാർ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ട്രംപിന് ഇനി ഒരു സമാധാന ഒരു യുദ്ധനിർത്തലോ വെടിനിർത്തലോ പോലെയുള്ള സ്ഥലത്തേക്ക് ഉടൻ വരാൻ തീർച്ചയായിട്ടും കഴിയില്ല. കാരണം അങ്ങനെ ഒരു വെടിനിർത്തലിന് അദ്ദേഹം തയ്യാറായാൽ തീർച്ചയായിട്ടും നേരത്തെ ഉണ്ടായ യുദ്ധപരാജയത്തെക്കാൾ വലിയ പട്ടാളക്കാർ മരിച്ചിട്ടും യുദ്ധം വെടിനിർത്തലിലേക്ക് ട്രംപ് പോകുന്നു എന്നൊരു നിലപാടിലേക്ക് വരും. അതുകൊണ്ട് അദ്ദേഹത്തെ ആദ്യത്തെ കാരണവശാലും ട്രംപ് ഇപ്പോൾ തയ്യാറാവത്തില്ല. അതേസമയം നമുക്ക് എല്ലാവർക്കും അറിയാം, പാകിസ്ഥാനും ഖത്തറും ഒമാനും ഈജിപ്തും 4 രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ വളരെ സജീവമായി നടക്കുന്നുണ്ട്. അതിനുള്ള ഒരു മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് സമാനമായ ഒരു കരാറിന്റെ ഒരു പകർപ്പ് ഇറാന് നൽകിയിട്ടുണ്ട്. ഇറാൻ അത് കിട്ടിയിട്ടുണ്ടെന്ന് സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ അമേരിക്ക ഇക്കാര്യത്തിൽ ഉടൻ തന്നെ പിന്മാറാനുള്ള സാധ്യതയില്ല. കാരണം ഈ ഹോർമുസ് കടലിടുക്ക് തുറന്നു കിട്ടുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു കാരണവശാലും, അതായത് ഇറാൻ പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ ഒരാളെങ്കിലും അവശേഷിക്കുന്നത് വരെ, ഒരു മിസൈലെങ്കിലും അവശേഷിക്കുന്നത് വരെ ഹോർമുസ് കടലിടുക്കിലൂടെ കപ്പലുകൾ കടന്നു പോകാൻ ഞങ്ങളുടെ അനുവാദമില്ലാതെ, ഞങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ, ഞങ്ങളുടെ സമ്മതമില്ലാതെ കടന്നു പോകാൻ ഒരു കാരണവശാലും ഞങ്ങൾ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഇന്നും യുകെയുടെ ഉൾപ്പെടെയുള്ള 2 കപ്പലുകൾക്ക് നേരെ അവർ ആക്രമണം നടത്തി. അത് ഒമാൻ തീരത്തുകൂടി കടത്തിവിടാൻ ശ്രമിച്ച കപ്പലുകളാണ്. ആ കപ്പലിൽ നിന്ന് ജീവനക്കാർ രക്ഷപ്പെടേണ്ടി വന്നു. അത്രമാത്രം വലിയ ഡാമേജാണ് ഉണ്ടായത്. ഞാൻ പറഞ്ഞു വരുന്നത്, കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് ഈ യുദ്ധം ആക്രമിച്ച ശേഷം ട്രംപ് തന്നെ പറഞ്ഞു, ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നു കിടക്കുന്നു, കപ്പലുകൾ സ്വതന്ത്രമായി സഞ്ചരിക്കുന്നു. ഈ മാതിരി തട്ടിപ്പുകളാണ് ലോകത്തിന്റെ മുമ്പ് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു കപ്പലിനും സമാധാനപരമായി ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നു പോകാൻ കഴിയത്തില്ല. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, ഹോർമുസ് കടലിടുക്കിലൂടെ പോകുന്ന ഓരോ കപ്പൽ യാത്രയ്ക്കും ഇൻഷുറൻസ് പ്രീമിയം ഉണ്ട്. ആ ഇൻഷുറൻസ് പ്രീമിയം വലിയ ഇൻഷുറൻസ് പ്രീമിയമാണ്. പല ഇൻഷുറൻസ് കമ്പനികളും ഇൻഷുറൻസ് നൽകാൻ തയ്യാറല്ല, ഉറപ്പ് നൽകാൻ തയ്യാറല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ റിസ്ക് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു കപ്പലും കടന്നു പോകാൻ തയ്യാറാവത്തില്ല. അതായത് ഇതുകൊണ്ട് എന്ത് സംഭവിക്കുന്നത്, അമേരിക്ക ഉൾപ്പെടെ ഗ്യാസോലിന്റെ വില വർദ്ധിക്കുന്നു, ലോക വിപണിയിൽ എണ്ണ വില വർദ്ധിക്കുന്നു, ജീവിതം ദുസ്സഹമാകുന്നു, സാമ്പത്തിക പ്രതിസന്ധികൾ രൂക്ഷമാകുന്നു. അതായത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഒരു തെറ്റായ തീരുമാനത്തിലൂടെ, അമേരിക്ക മാത്രമല്ല ഇസ്രായേലിന്റെ തെറ്റായ തീരുമാനത്തിലൂടെ ഒരു യുദ്ധം ആരംഭിക്കുന്നു. ആ യുദ്ധം 40 ദിവസം കടന്നതിന് ശേഷം ജൂൺ മാസം 17-ാം തീയതി ഒരു തെറ്റായ, വളരെ വേഗമായിട്ടുള്ള, കൃത്യതയില്ലാത്ത ഒരു മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാകുന്നു. ആ മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഇറാൻ അവരുടെ രീതിയിൽ വ്യാഖ്യാനിക്കുന്നു, അമേരിക്ക അവരുടെ രീതിയിൽ വ്യാഖ്യാനിക്കുന്നു, ഒമാൻ അവരുടെ രീതിയിൽ വ്യാഖ്യാനിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം,
അതിനകത്ത് ഈ അഞ്ചാമത്തെ പോയിന്റ് ഞാൻ ആദ്യം പറയുമല്ലോ, അഞ്ചാമത്തെ പോയിന്റ് വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഇറാന്റെ അറേഞ്ച്മെന്റിന്റെ കീഴിൽ അടുത്ത 30 ദിവസം കൊണ്ട് ഈ കപ്പലുകൾ കടന്നു പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. അതോടൊപ്പം അവര് ഒമാനുമായി സംസാരിക്കണം. ഒമാനുമായി സംസാരിക്കുന്നതിന് ശേഷം ഈ പേർഷ്യൻ ഗൾഫിലെ ലിറ്ററൽ രാജ്യങ്ങളുമായി, കടൽ തീര രാജ്യങ്ങളുമായി സംസാരിക്കണം എന്ന് വളരെ കൃത്യമായി എഴുതി വച്ചിട്ട് അതിനെ ലംഘിച്ചതാരാണ്? അമേരിക്കയാണ് ലംഘിച്ചത്. അമേരിക്കയും UK-യും ഫ്രാൻസും ഒമാനുമാണ് ലംഘിച്ചത്. കാരണം എന്താ? ഇവരെ ഇതിലൂടെ കടത്തിവിട്ട് ഇവരുടെ പിടി ദുർബലമാക്കാം എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ചെയ്തത്. അവിടെയാണ് രണ്ടാമത്, അതായത് ഒന്നാമത് ഫെബ്രുവരി മാസം 28-ാം തീയതി നിയമവിരുദ്ധമായി ഇറാൻ അമേരിക്കയെ ആക്രമിച്ചില്ല, ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചില്ല. ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കെ സമവായ ചർച്ചകൾ ഏതാണ്ട് തീരുമാനമായ സാഹചര്യത്തിലാണ് നിയമവിരുദ്ധമായി ആ രാജ്യത്തെ ആക്രമിക്കുകയും ആ രാജ്യത്തിന്റെ ഭരണം, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇന്ത്യയും പാകിസ്ഥാനും ഇന്ത്യയും ചൈനയും ഏതെല്ലാം രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടായി. ഏതെങ്കിലും രാജ്യം യുദ്ധത്തിന്റെ ആദ്യത്തെ ദിവസം അവിടുത്തെ ഭരണാധികാരികളെ മുച്ചൂടും കൊന്നിട്ടാണ് യുദ്ധം ആരംഭിക്കുന്നത്. അപ്പൊ അങ്ങനെ നിയമവിരുദ്ധമായ യുദ്ധം പിന്നെ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് നടത്തി. അതിന്റെ ഫലമായിട്ട് ലോക സമ്പദ് വ്യവസ്ഥ താറുമാറായി, തകർന്നു. നമുക്ക് എല്ലാവർക്കും അറിയാലോ, കേരളത്തിൽ പോലും നമുക്ക് ഒരു ചായ കുടിക്കണമെങ്കിൽ പോലും ഇപ്പൊ നേരത്തെ കൊടുത്തിരുന്ന 10 രൂപ കൊടുത്തിരുന്ന ഇപ്പൊ 5 രൂപ കൂടി അധികം കൊടുക്കേണ്ടി വരുന്നു. ആരാ ഉത്തരവാദി? ട്രംപാണ് ഉത്തരവാദി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ലോക ജനസംഖ്യ, ലോകത്തിലെ മുഴുവൻ ജനങ്ങളെയും പ്രയാസപ്പെടുത്തുന്ന, ദുരന്തത്തിലാക്കുന്ന ഒരു യുദ്ധം തുടങ്ങി വെച്ചിട്ട് ആ യുദ്ധം വീണ്ടും ആരംഭിച്ചതിന്റെ ഉത്തരവാദിയും ട്രംപ് തന്നെയാണ്. അപ്പോൾ ഒരു രാജ്യത്തെ, അതെ, ഒരു എന്താണ്, സൈനികമായി ദുർബലമായ ഒരു രാജ്യമാണ്, ഞങ്ങളുടെ കയ്യിൽ ഒരുപാട് ആയുധമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ എന്തും ചെയ്യും എന്ന് പറയുന്ന ധാർഷ്ട്യത്തിനേറ്റ വലിയ തിരിച്ചടിയാണ് ഇറാനിൽ ഉണ്ടായത്. അമേരിക്കയ്ക്ക് നേരത്തെ ഉണ്ടായിട്ട് വിയറ്റ്നാമിലും അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും ഒക്കെ അത്തരം തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവർ അതിൽ നിന്നും ഒരു പാഠവും പഠിക്കുന്നില്ല. അതാണ് നമ്മുടെ ലോകത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം. ഭ്രാന്തനായ ഒരു ഭരണാധികാരി, അത് എന്ത് തീരുമാനം, ഒരു തീരുമാനം ഇപ്പൊ പറയും, വേറൊരു തീരുമാനം പിന്നെ പറയും, അങ്ങനെ പറയുന്ന ഒരു ഭരണാധികാരി ലോക സമാധാനത്തിന് വലിയ ദുരന്തമാണ്. അതെ, നമുക്കറിയാം, ഈ ഗൾഫ് രാജ്യങ്ങളെയാണല്ലോ ഇത് ഏറ്റവും കൂടുതലായി ബാധിക്കുന്നത് തന്നെ. ഈ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ കൂടെ ട്രംപിന് മേൽ വരാൻ പോകുന്ന ഒരു സമ്മർദ്ദം അത് കൂടുതലല്ലേ? പക്ഷെ അതൊന്നും വകവയ്ക്കാതെ ട്രംപ് മുന്നോട്ട് പോകുമ്പോൾ അത് ഏതൊക്കെ രീതിയിലാകും ഇനി രാജ്യങ്ങളെ ആകെ ബാധിക്കാൻ പോകുന്നത്? ഈ നമ്മുടെ ഒരു വലിയ പ്രശ്നം, ഇങ്ങനെയൊക്കെയുള്ള ഭരണാധികാരികൾക്ക് ജനങ്ങൾ ഒരു വിഷയമേ അല്ല, മനസ്സിലല്ലേ? അവർക്ക് അവരുടെ സ്വന്തം നിലനിൽപ്പ്, സ്വന്തം താല്പര്യങ്ങൾ, സ്വന്തം കുടുംബത്തിന്റെ, അതായത് ഈ തരം സംഘർഷങ്ങളൊക്കെ നടക്കുമ്പോൾ വേറൊരു വശം നമ്മൾ കാണേണ്ട കാര്യമുണ്ട്. ഈ ട്രംപിന്റെ കുടുംബത്തിന് വളരെ വലിയ സാമ്പത്തിക നേട്ടം ഈ ഷെയർ ബിസിനസ്സിലൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു വലിയൊരു ആരോപണമുണ്ട്. അപ്പൊ അത് വസ്തുതയുമാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, സ്വന്തം പിന്നെ അദ്ദേഹത്തിന് വല്ല പ്രശ്നമുണ്ടോ? ചായക്ക് വില കൂടിയാൽ, അല്ലെങ്കിൽ ഇപ്പൊ ഗ്യാസിന് വില കൂടിയാൽ ട്രംപിന്റെ കുടുംബത്തിന് പ്രശ്നമുണ്ടോ? സാധാരണക്കാരൊക്കെയല്ലേ ഇത് പ്രശ്നമുണ്ടെന്നാ? ഇത്തരം പ്രശ്നങ്ങൾ അവർക്കൊരു പ്രശ്നമല്ല. ട്രംപ് എന്ന് പറയുന്ന ഒരു ഭരണാധികാരിക്ക് പ്രശ്നമല്ല. ട്രംപ് എന്ന് പറയുന്ന ഭരണാധികാരിക്ക് ഈ പറയുന്ന ജനങ്ങളൊരു വിഷയമല്ല. ജനങ്ങളൊരു വിഷയമായിരുന്നെങ്കിൽ അദ്ദേഹം ഈ യുദ്ധത്തിന് ഇറങ്ങിത്തിരിക്കത്തില്ല. കാരണം എന്താണ്? തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, അതായത് ഫെബ്രുവരി മാസം 26-ാം തീയതി യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരുപക്ഷെ അമേരിക്ക ഇറാനെതിരെ ആക്രമണം നടത്തിയേക്കാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഭൂരിപക്ഷം ജനങ്ങളും ഈ യുദ്ധത്തിന് ഈ അമേരിക്ക പോകരുത് എന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. അങ്ങനെ നമുക്ക് എല്ലാവർക്കും അറിയാം, സാധാരണഗതിയിൽ അമേരിക്ക ഒരു യുദ്ധത്തിന് പോകുമ്പോൾ ആ യുദ്ധത്തെ അമേരിക്കൻ ജനതയും അമേരിക്കൻ മാധ്യമങ്ങളും പിന്തുണയ്ക്കും, ഭൂരിപക്ഷം ജനങ്ങളും പിന്തുണയ്ക്കും. അതാണ് ഇതുവരെയുള്ള ചരിത്രം. എന്നാൽ ചരിത്രത്തിൽ ആദ്യമായി ഇത്തരമൊരു യുദ്ധത്തിന് പോയപ്പോൾ ഭൂരിപക്ഷം ജനങ്ങളും പിന്നെ ഈ യുദ്ധം കൊണ്ട് നമുക്കൊരു ഗുണവുമില്ല, ഇറാൻ നമുക്കൊരു ശത്രുവല്ല, ഇറാൻ നമുക്ക് പ്രശ്നമുണ്ടാക്കുന്ന രാജ്യമല്ല, എന്നാൽ ഈ ഇസ്രായേലിന്റെ വാക്ക് കേട്ട് 3 ദിവസം കൊണ്ട് നമുക്ക് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിനെ തവിടുപൊടിയാക്കി നമ്മുടെ ഇഷ്ടക്കാരായിട്ടുള്ള ഭരണാധികാരികളോട് വെക്കാം എന്നുള്ള തെറ്റായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിയമവിരുദ്ധമായ യുദ്ധം അമേരിക്ക ആരംഭിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ ജനങ്ങൾ അതിനെതിരാണ്. ഇപ്പോൾ അതിശക്തമായി ഏതാണ്ട് 70% ആളുകൾ അമേരിക്ക ഈ യുദ്ധം അവസാനിപ്പിക്കണം, ട്രംപ് യുദ്ധം അവസാനിപ്പിക്കണമെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ആളുകൾ, ഈ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നുള്ള ക്യാമ്പയിനകത്തുള്ള ആളുകൾ, ടക്കർ കാൾസനെ പോലെയുള്ള ആളുകൾ, ഇവരെല്ലാം അദ്ദേഹത്തോടൊപ്പം നിന്നവരാണ്. അവരെല്ലാം പറയുന്നത് ഇതൊരു അനാവശ്യമായ യുദ്ധമാണ്, അതായത് ലോകത്തെയും അമേരിക്കൻ ജനതയെയും പ്രയാസപ്പെടുത്തുന്ന സമരമാണ്, അതുകൊണ്ട് അവസാനിപ്പിക്കണമെന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്. ഒന്ന് എന്ന് മാത്രമാണോ? അദ്ദേഹത്തെ ആശ്രയിച്ച് നിൽക്കുന്ന രാജ്യമാണ് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ. അമേരിക്കയുടെ സുരക്ഷാ അംബ്രല്ലയ്ക്ക് കീഴിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ. ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് ഈ യുദ്ധത്തിൽ അമേരിക്ക ആരംഭിച്ചു, അതിനെതിരായിട്ട് ഇറാൻ ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ തിരിച്ചാക്രമിച്ചു. എന്തെങ്കിലും സംരക്ഷണം കിട്ടിയോ അമേരിക്കയുടെ? ആ രാജ്യങ്ങളിലെ എണ്ണ പ്ലാന്റുകൾ, ഗ്യാസ് പ്ലാന്റുകൾ, അവിടുത്തെ എയർപോർട്ടുകൾ, കപ്പൽശാലകൾ, പിന്നെ എണ്ണ ശുദ്ധീകരണശാലകൾ, ശുദ്ധജല വിതരണ പ്ലാന്റുകൾ, ഇതിനെതിരെ എല്ലാം ആക്രമണം നടത്തി. അവിടെ പലരും മരിച്ചു. അപ്പൊ മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ മരിച്ചു. ഇതിന് ഒരു രക്ഷയും അവർക്ക് കിട്ടിയില്ല. അതുകൊണ്ട് അവർ ഒരു ഘട്ടത്തിൽ പറഞ്ഞു, നിങ്ങൾക്ക് ഈ യുദ്ധത്തിൽ ഇസ്രായേൽ ഫസ്റ്റ് ആണ്, ഞങ്ങൾ ഫസ്റ്റേ അല്ല, ഞങ്ങളൊരു പരിഗണനാ വിഷയമേ അല്ല,
അങ്ങനെ ഒരു സംശയവും അവിശ്വാസവും അമേരിക്കൻ ഭരണകൂടത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് ഇനി പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് സുരക്ഷ ലഭിക്കില്ല. അവരുടെ ഒരുപാട് വളരെ വലിയ സാമ്പത്തിക നഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അത് 5 വർഷമോ 10 വർഷമോ ഒക്കെ എടുത്താൽ മാത്രമേ അത് പരിഹരിക്കപ്പെടുള്ളൂ. എന്ന് മാത്രമല്ല, ഈ പശ്ചിമേഷ്യ എന്ന് പറയുന്ന പ്രദേശം ഇൻവെസ്റ്റ്മെന്റിന് സുരക്ഷയുള്ള സ്ഥലമാണ്, എന്തുകൊണ്ടും ഒരു പ്രശ്നമില്ലാത്ത സ്ഥലമാണ് എന്ന് പറയുന്ന അന്തർദേശീയ സാമ്പത്തിക സമൂഹത്തിന്റെ വിശ്വാസം പോലും ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ മുകളിൽ നഷ്ടപ്പെട്ടു. അതിന്റെ കാരണക്കാരനാരാ? അമേരിക്കയാണ്. അപ്പൊ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ ഇനി വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല എന്നുള്ളത് കൊണ്ട് ആ രാജ്യങ്ങൾ ഇപ്പൊ ചെയ്യുന്ന എന്താണ്? ഈ UAE ആവട്ടെ, ഖത്തർ ആവട്ടെ, ഒമാൻ ആവട്ടെ, സൗദി അറേബ്യ ആവട്ടെ, ഈ രാജ്യങ്ങളെല്ലാം ഇൻഡിവിജ്വൽ ആയിട്ട് പരസ്പരം ഇറാനുമായി ചർച്ച ചെയ്തുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ ആക്രമിക്കരുത്, നിങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് നടത്താം, നമ്മളുമായിട്ട് സൗഹൃദം ഉണ്ടായി പോണം. അതായത് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ രാജ്യങ്ങൾ ഇതുവരെ അങ്ങനെ അകറ്റി നിർത്തുന്നതിലൂടെ ആ രാജ്യങ്ങൾക്ക് ഗുണമല്ല ഉണ്ടാകാൻ പോകുന്നത്, ദോഷമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള തിരിച്ചറിവുള്ളതുകൊണ്ട് അവരുടെ ഫോൾഡിലേക്ക്, അവരുടെ ഉള്ളിലേക്ക്, അവരുടെ ആ ഒരു കൂട്ടായ്മയിലേക്ക് ഇറാനെ സ്വീകരിക്കുന്ന ഒരു സമീപനമാണ് ഇനി വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ മുകളിലുള്ള പിടി അയയും. എന്ന് മാത്രമല്ല, സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ, അമേരിക്കയുമായിട്ട് വളരെയധികം സൗഹൃദമുള്ള രാജ്യം, എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യമായിട്ട് കരാറുണ്ടാക്കിയത്, സൈനിക കരാറുണ്ടാക്കിയത് എന്ന് മാത്രം? അതിന്റെ കാരണം എന്ന് വെച്ചാൽ, ഒരു സംഘർഷം ഉണ്ടായാൽ ഈ ഇസ്ലാമിക രാജ്യങ്ങളുടെ ഏക ആണവ രാജ്യമായ പാകിസ്ഥാനെ പോലുള്ള രാജ്യത്തിന്റെ കൂട്ട് അവർക്ക് വേണം എന്നുകൊണ്ടാണ് കരാറുണ്ടാക്കിയത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ, അതായത് അതിന് പുറമെ ഈ ചൈനയുമായിട്ട് ഈ രാജ്യങ്ങളെല്ലാം മെച്ചപ്പെട്ട സൗഹൃദം ഉണ്ടാക്കുന്നതിലേക്ക് പോകുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ മുകളിൽ, പശ്ചിമേഷ്യയിൽ പൊതുവെയും അവരുടെ ഒരു ജിയോ പൊളിറ്റിക്കൽ ചേഞ്ച് ഉണ്ടാകാൻ പോവാണ്. അവിടെ അമേരിക്കയുടെ ആ പിടി അയയും, അതിന് പകരം ചൈനയുടെ പിടി മുറുകുന്ന അവസ്ഥയിലേക്ക് വരും. ഇത് ഇറാൻ ഉൾപ്പെടെയുള്ള പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ, ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഒരുമിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും ഇനി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.